Good morning. Good morning, miss. Good morning. Good morning. Good morning, ma'am. Good morning. Okay, food കഴിച്ചു എല്ലാവരും. കഴിച്ചു. ഓക്കെ. നമ്മുടെ ക്ലാസ്സിലെ പിള്ളേര് കുറഞ്ഞു വരാണല്ലോ. ഫോർത്ത് മൊഡ്യൂൾ ആയതുകൊണ്ടാണോ? കഴിച്ചല്ലോ, ഞാൻ കഴിച്ചല്ലോ. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് റിപ്പോർട്ട് മാനേജ്മെന്റ് വരെയാണ് അല്ലെ? വായിച്ചായിരുന്നോ നിങ്ങള്? വായിച്ചോ? ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആയോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. വാക്സിനേഷൻ മാനേജ്മെന്റ് പോയിന്റ് 9 വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. ഓക്കെ, പോയിന്റ് 10 ആണ് പറയുന്നത്. വാക്സിനേഷൻ മാനേജ്മെന്റ്. A vaccination model keeps track of all the complete or upcoming vaccinations. It updates you about upcoming vaccinations and books a slot with a doctor. It also sends timely reminders to parents to make sure they do not miss the slot. About vaccination management എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പോ വാക്സിനേഷൻസ് ഒക്കെ എപ്പോഴാണ് രോഗികൾക്ക് കൊടുക്കേണ്ടത്? ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു, അത് കഴിയുമ്പോ എന്താണ് 1.5 മാസം, 3 മാസം, പിന്നെ 5 വയസ്സ് അല്ലെ? അങ്ങനെ പല പല മന്തിലും പല പല ഏജിലും ആകുമ്പോഴേക്കും അവർക്ക് കുത്തിവെപ്പുകൾ എടുക്കാറുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ്, ഈ ഹെൽത്തിൽ നിന്നൊക്കെ നമ്മളോട് ആശാ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് പറയും അല്ലെ, കുട്ടിക്ക് കുത്തിവെപ്പ് എടുക്കാറായിട്ടുണ്ടല്ലോ അല്ലെ, ഇത്ര ദിവസം ഇത്രാം തീയതി വന്ന് എടുക്കണം എന്നൊക്കെ നമ്മളോട് ഇൻഫർമേഷൻസ് തരാറുണ്ട് ഇല്ലേ? വിളിച്ചൊക്കെ പറയാറുണ്ട് അവർ, അല്ലെങ്കിൽ വീട്ടിൽ വന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കുട്ടിയെ കൊണ്ടുവന്നു രജിസ്റ്റർ ചെയ്തു. നമ്മളിപ്പോ 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ് അങ്ങനെയുള്ള ഏജുകളിലാണ് കുട്ടിയെ ഇഞ്ചക്ഷൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഒരു ടൈമില് ഏതൊക്കെയാണ് വാക്സിനേഷൻ കൊടുക്കേണ്ടത്, എത്ര ഏജ് ആകുമ്പോ, എത്ര മന്ത് ആകുമ്പോ, അല്ലെങ്കിൽ എത്ര വയസ്സാകുമ്പോഴാണ് വാക്സിനേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാവും. ഒരു കുട്ടിയെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ആ വാക്സിനേഷൻ മാനേജ്മെന്റിൽ ഉണ്ടാവും. ആ കുട്ടിയെ എപ്പോഴാണ്, ഏതൊക്കെ ടൈമുകളിലാണ് വാക്സിനേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ഈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, വാക്സിനേഷൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സപ്പോർട്ട് മാനേജ്മെന്റ്. Patient satisfaction is of one of the importance for any hospital. This segment records the data like enquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problems appropriately and at the earliest. You can make automatic and feedback corrections, process automatic to reduce the staff's job load, and everyone could fill out the feedback from. അപ്പൊ എന്താണ്
ഈ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലൈന്റുകൾ ഉണ്ടോ, അത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് പരിഹരിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം വഴി ഈ സപ്പോർട്ട് മാനേജ്മെന്റ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പേഷ്യൻസിന് എന്തെങ്കിലും നമ്മളുടെ ഹോസ്പിറ്റലുമായിട്ട് എന്തെങ്കിലും കെയർ കൊടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ പെരുമാറ്റോ അങ്ങനെ എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി പരിഹരിക്കാവുന്നതാണ്. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കളക്ട് ചെയ്യുന്നു. അതിലൂടെ എന്താണ് കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യർത്ഥനകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അന്വേഷണങ്ങൾ നമുക്ക് എൻക്വയറീസ് ഇതിനെ കുറിച്ചൊക്കെ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിലും സിസ്റ്റത്തിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. അതുവഴി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെ സാധ്യമാണ്. ഓക്കെ, ഓൺലൈനായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഈ 11 പോയിന്റുകളാണ് എന്തെന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നാളും? കമ്പോണൻസ് കേട്ടോ. അപ്പോ HISന്റെ കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട്, ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള്, സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള്, സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂള്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂള്, ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട്, ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂള്, റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള്, വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂള്, ലാസ്റ്റ് വൺ സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ. ഓക്കെ, കമ്പോണൻസ് ആണ്. അപ്പൊ കമ്പോണൻസ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങൾ അത് 11 എണ്ണം പഠിച്ചു വെക്കാം. പിന്നെ ഓരോന്നിന്റെയും എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. HISന്റെ അല്ലെങ്കിൽ HMSന്റെ ബെനിഫിറ്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, improve. First benefit ആണ് improve communication between the patient and the hospital. 59% of millionaires are willing to switch doctors for better online access, as an HMS will enhance communication between patient and the hospitals by allowing patient to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. You will have enhanced patient engagement, a reduction in waiting times, and improved patient satisfaction. എന്താണ് improved communication between the patient and the hospital പറയുന്നത്? അതായത് ഇതാണ് ഇപ്പോ HMSലൂടെ അല്ലെങ്കിൽ HISലൂടെ പേഷ്യന്റിനും ഹോസ്പിറ്റലിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട് HMSലൂടെ സാധ്യമാകുന്നുണ്ട്. അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനായിട്ട് അല്ലെ, നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റുകളൊക്കെ ബുക്ക് ചെയ്യാം. റിമൈൻഡറുകൾ സ്വീകരിക്കാൻ പറ്റും. ഡോക്ടേഴ്സ്മാരുടെയും നഴ്സുമാരുടെയും കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് അവരുടെ ആശയങ്ങൾ തുറന്നു പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. രോഗികളുടെ വെയിറ്റിംഗ് ടൈം ഒക്കെ കുറയുന്നുണ്ട് അല്ലെ, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ക്യൂ നിന്നൊക്കെ ആയിരുന്നു എടുത്തിരുന്നത് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള സംവിധാനം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വന്നപ്പോ ഓൺലൈനിലൂടെ രോഗികൾക്ക് പല കാര്യങ്ങളും അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും, റിമൈൻഡറുകൾ സ്വീകരിക്കാം. അതുപോലെ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരോടൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ രോഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ മെഡിസിനുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ. ഇതിനൊക്കെ എന്ത് സാധ്യമാണ്? HMSലൂടെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, പേഷ്യന്റും അതുപോലെ തന്നെ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ആൻഡ് HMS helps you maintain hospital data safe and secure.
You can control and provide access to authorized personnel only. Make sure to look at HIPAA complaint software for PHI security. Okay, HAPPAA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഹെൽത്ത് നെക്സ്റ്റ് വാലിഡ് ഫോം ആണ് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് probability and accountability act ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. അപ്പോ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാല് HMSലൂടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധ്യമാണ് അല്ലെ. HMSൽ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ് നമ്മൾ ഇലക്ട്രോണിക്കലി മെഡിക്കൽ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡ്സുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യമേ നമ്മൾ ഈ പോർഷൻ പറഞ്ഞപ്പോ ആദ്യം ആ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞിരുന്നു EHR അല്ലെ, EMR അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ആയാലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആയാലും ഇലക്ട്രോണിക്കലി പേഷ്യൻസിന്റെ ഈ റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും ഇതിലൂടെ. അതായത് ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതാണ് HIPAA. എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള ഒരു നിയമമാണ്. ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. You can have easy entrance to all patient-related data on a system using an HMS. You can also approach data such as patient history, doctors engaged, test result, billing details, and much more with just a few clicks. അപ്പൊ എന്താ പറയുന്നത്? ഇംപ്രൂവ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ അല്ലെ. നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലെ. ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ലഭ്യമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ഡോക്ടർമാർക്ക് രോഗികളുടെ രേഖകളിലേക്ക് കടക്കാൻ പറ്റും. അതുപോലെ തന്നെ രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി അറിയാൻ പറ്റും. ഏത് ഡോക്ടറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ രോഗികളൊക്കെ ഇപ്പോ ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്ത് അതിന്റെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡോക്ടേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ടെസ്റ്റ് റിസൾട്ടുകളെ കുറിച്ച് അറിയാൻ പറ്റും. ബില്ലിംഗ് ഡീറ്റെയിൽസുകൾ, ഇതൊക്കെ നമുക്ക് എന്താ പറയുന്നത്? ഏതാനും ക്ലിക്കുകളിലൂടെ അറിയാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. Streamline your hospital workflow by automating routine job like appointments or stock management. This decrease the time and effort required to perform this job and the turnaround time. It also helps hospital staff to focus on more critical patient care area. അപ്പൊ എന്താണ്? ഈ HMSലൂടെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകൾക്ക് അവരുടെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സ്റ്റാഫുകൾക്ക് ജോലികൾ കുറവാണ്. കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് സ്റ്റാഫുകൾക്ക് ജോലി കുറവാണ് അല്ലെങ്കിൽ അവരുടെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന്? അവർക്ക് ഈ സിസ്റ്റത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലെ. പണ്ട് കാലങ്ങളിലൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളാണ്. അപ്പൊ ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടേക്ക് എറേഴ്സ് വരാറുണ്ട്, ടൈം എടുക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ഈ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ നമ്മള്
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു ഹോസ്പിറ്റലും കമ്പ്യൂട്ടർ സംവിധാനം ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ അവരുടെ വർക്കുകൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് എഫേർട്ട് കുറവായിരിക്കും, പെട്ടെന്ന് ചെയ്തു തീർക്കാം. പെട്ടെന്ന് എറേഴ്സ് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത് കൊണ്ട് തന്നെ ആ ബാക്കിയുള്ള ടൈം രോഗികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടും അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് റിഡ്യൂസ് ടേൺ അറൌണ്ട് ടൈമിൽ വരുന്നത്. ഓക്കെ, ഇത്രയും 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ബെനിഫിറ്റ്സിൽ 4 പോയിന്റ് വായിക്കാം. അതുപോലെ തന്നെ വാക്സിനേഷൻ മാനേജ്മെന്റും സപ്പോർട്ട് മാനേജ്മെന്റും വായിച്ചു നോക്കാം കേട്ടോ.
Okay, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing the administrative overhead, enhancing resources allocation, and reducing the wastage of medical supplies. And HMS can also maximize revenue stream by marketing for timely billing and reducing claim denials. So cost effectiveness എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HMS ചില കാര്യങ്ങളിൽ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് നടത്തുന്നുണ്ട്, കോസ്റ്റ് സേവിങ് നടത്തുന്നുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ചുരുക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാല് ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ചുരുക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാല് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പോ ആ ഹോസ്പിറ്റലിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾ ചുരുക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് കൃത്യമായിട്ട് എന്താണ് റിസോഴ്സസുകൾ അലോക്കേഷൻ നടത്തി, മെറ്റീരിയൽസ് സപ്ലൈസ് പാഴാക്കാതെ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം ആണെങ്കിൽ എന്താണ് അധികം എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. നമ്മളൊരു സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് എന്താണ് ചുരുക്കാനായിട്ടും എക്സ്പെൻസസ് വളരെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ്ലി വരുന്ന കോസ്റ്റുകള് നമുക്ക് എന്താണ് ചുരുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് പല എക്യുപ്മെന്റ്സിന്റെയും സപ്ലൈസിന്റെയും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇന്റലിജൻസ് അനലിസ്റ്റിക് with the automatically generated report. And HMS can give valuable insight regarding operations by generating real-time reports on various metrics such as a patient flow, occupancy rate, and income generation. This helps you to make data-driven decisions, improve processes, and optimize resources. Okay, എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? അതായത് ധാരാളം റിപ്പോർട്ടുകൾ HMSലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പേഷ്യൻസിന്റെ വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ ബെഡിന്റെ ഓക്യുപ്പൻസി റേറ്റ് എത്രയാണ്, അവിടെ വരുന്ന ഇൻകം എത്രയാണ്, ഹോസ്പിറ്റലുകളിൽ വരുന്ന ഇൻകം എത്രയാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിസ്റ്റം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് റിപ്പോർട്ടുകള് പല റിപ്പോർട്ടുകളും എന്താണ് HMSലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതിനെ കുറിച്ചിട്ടുള്ളതാണ്? എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട് എന്താണ് പേഷ്യൻസിന്റെ വർക്ക് ഫ്ലോനെ കുറിച്ച്, അതുപോലെ തന്നെ ബെഡിന്റെ ഓക്യുപ്പൻസി റേറ്റ് എത്രയാണ്, അവിടെ വരുന്ന ഇൻകം അല്ലെ പ്രോഫിറ്റ് എത്രയാണ് ഹോസ്പിറ്റലിന്റെ, അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് HMSലൂടെ സാധ്യമാണ്. നെക്സ്റ്റ് ആണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. And HMS helps to build a centralized platform for managing activities, allowing hospital to streamline their administrative processes. It ensures a consistency beyond department. This can enhance efficiency, minimize errors, and better overall patient care. എന്താണ് സെവൻത് പോയിന്റിൽ പറയുന്നത്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അല്ലെ. എന്താണെന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ പല പ്രവർത്തനങ്ങളും സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിലെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും, പല പ്രവർത്തനങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഇഫക്റ്റീവ് ആക്കാനായിട്ടും അവരുടെ കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യാനായിട്ടും
ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സിസ്റ്റത്തിലൂടെ സാധ്യമാണ്. എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, എറേഴ്സ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ടൈം പേഷ്യൻസിന്റെ കൂടി ഇരുന്നുകൊണ്ട് അവരെ കെയർ കൊടുക്കാനായിട്ട്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചോക്കെ 3 പോയിന്റ് ആണ് പറഞ്ഞത്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ഇന്റലിജന്റ് അനലിറ്റിക്സ് with automatically generated reports, centralized administrative control. ഈ നെക്സ്റ്റ് 2 പോയിന്റ് കൂടി ഉള്ളൂ ഈ ബെനിഫിറ്റില്, അതുകൂടി നമുക്ക് നോക്കാം. Reduce medical errors. And HMS can help reduce medical errors by providing doctors and nurses with updated patient information. It reduces the risk of misdiagnosis, incorrect treatment, or adverse drug interaction. അപ്പോൾ HMS-ലൂടെ മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൃത്യമായിട്ട് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള രോഗനിർണയം, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധ്യമാണ് ഇതിലൂടെ. തെറ്റായിട്ടുള്ള രോഗനിർണയം നടത്താനായിട്ടോ അതുപോലെ തന്നെ ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, ഓരോ റിപ്പോർട്ടുകളും ഓരോ പരിശോധനയുടെ ഡയഗ്നോസിസ് നമ്മൾ ചെയ്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് അല്ലെ. അപ്പോ അതുവഴി മിസ് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട്, അത് തെറ്റായിട്ടുള്ള രോഗനിർണയം നടത്താനായിട്ടും, അതുപോലെ തന്നെ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ സാധ്യമാണ്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, റെഡ്യൂസ് admissions and rehospitalization rate. And HMS can also decrease readmissions and rehospitalization rate by ensuring timely follow-ups. This increases patient outcomes and minimize the complications risk. എന്താണ് ഇവിടെ പറയുന്നത്? കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സിസ്റ്റം വഴി നല്ല രീതിയിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടായാലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക്
നമുക്ക് വീണ്ടും റീഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റം വഴി നമ്മൾ മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞു, നല്ല രീതിയിൽ രോഗനിർണയം നടത്താനായിട്ടും അതുപോലെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും സിസ്റ്റത്തിലൂടെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് പിന്നെയും എന്താണ് രോഗികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ടും ഈ സിസ്റ്റം വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ നല്ല രീതിയിൽ കൊടുക്കാനായിട്ടും അവരുടെ ക്വാളിറ്റി ഹെൽത്ത് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ടും ഈ സിസ്റ്റത്തിലൂടെ സാധ്യമായത് കൊണ്ട് തന്നെ പേഷ്യൻസിനെ വീണ്ടും റീഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനായിട്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും സിസ്റ്റം വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയച്ചോക്കെ പോയിന്റ്. Okay, നമുക്ക് next നോക്കാം. Important features of a health information system. Patient portal. The patient portal is an unavoidable feature of the health information system. It is a program like the electronic health record, but what makes it different is that this patient can have secure online entry to their medical records, arranging doctor's appointment, passing information with the doctor, checking medical bills, and processing payment online. All they require is smart equipment to avail themselves of the maximum benefit of a feature. Instead of following the age-old process of arrangement of doctor's appointment, that they may just log in to their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and the doctor's availability. After arranging the appointment, they can verify the bill and make the patient or send the details of future payment. The popularity of the patient portal is growing day by day since it enhances accessibility for patients and keep transparency between the patient and their treatment process. Therefore, hospitals selected this to improve their patient satisfaction level and build themselves
as dependable ones. എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ? പേഷ്യന്റ് പോർട്ടലിലൂടെ രോഗിക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ ഹോസ്പിറ്റലിനും വെബ്സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ വെബ്സൈറ്റിലൂടെ രോഗികൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഈസി ആയിട്ട് അവർക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഡോക്ടർമാർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ പേയ്മെന്റുകൾ ഓൺലൈനായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ആരൊക്കെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സൗകര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ ആഴ്ച നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ചിലപ്പോ ഡോക്ടറെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ആഴ്ചക്ക് ആക്കാം. എന്നിട്ട് എപ്പോ വേണമെങ്കിൽ ഏത് ഡേ ആണ്, ഏത് ടൈം ആണ്, ഇതൊക്കെ പേഷ്യൻസിന് സൗകര്യം പോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ HMS-ലൂടെ സാധ്യമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും HMS-ലൂടെ സാധ്യമാകുന്നതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ് പറഞ്ഞത്? ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിനും വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് എന്താണ് പേഷ്യന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോയിന്റ്മെന്റ് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമനുസരിച്ചിട്ട് അവർക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റും. ഡോക്ടറിനോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് പല പേഷ്യൻസും ഇപ്പൊ ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓൺലൈൻ പേയ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. പേഷ്യൻസിന്റെ സൗകര്യങ്ങൾ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പേഷ്യന്റ് പോർട്ടലില് പറയുന്നത് കേട്ടോ. അയച്ചോക്കെ പാരഗ്രാഫ് കാണുമ്പോൾ നമുക്കൊരു ഭയമായിരിക്കും അല്ലെ, അത് വായിച്ച് പഠിക്കാനായിട്ടൊക്കെ. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. വായിച്ചു നോക്കാം കേട്ടോ.
Okay, next നോക്കാം. ചെയ്യാലോ. Next ആണ് medical billing. Online medical billing feature controls all the billing work in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billings. Now, with the medical billing features, patients billing insurance details, patient tracking, and payment process, everything can be managed with the capability. You can even accept the notification alert if there is any delay or other issue in payment, so then you can take action according to the norms. അപ്പൊ എന്താണ് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാല് ബില്ലിങ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ പറയുന്നത്. ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പൊ ഓൺലൈൻ വഴിയായിട്ടാണ് മെഡിക്കൽ ബില്ലിങ് കൂടുതലായിട്ട് നടത്തുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് വാങ്ങിക്കാനായിട്ടായാലും അതുപോലെ തന്നെ ഇപ്പൊ ഡിസ്ചാർജ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബില്ല് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ എല്ലാവരും എന്താണ് ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെ. ഫോൺ പേ വഴിയൊക്കെയാണ് പേയ്മെന്റ് ചെയ്യാം ഇല്ലേ. എല്ലാവരും ഇപ്പൊ നിങ്ങളായാലും ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? കയ്യിൽ കാശ് കൊണ്ടുപോകും. നിങ്ങള് കാശ് പിടിച്ചിട്ടാണ് പോവാറ്? ക്യാഷ് എടുത്തിട്ടുള്ള പോവാറ്? എന്ത് ചെയ്യുന്നുണ്ട്? ഫോണായിട്ട് പോകും അല്ലെ. പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോ GPay ആണ് ചെയ്യാറ് അല്ലെ. പല ആളുകളും അല്ലെ. നമ്മുടെ ക്ലാസ്സിൽ GPay ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എല്ലാവരും ഓൺലൈൻ വഴിയാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓൺലൈൻ വഴിയായിട്ടാണ് മെഡിക്കൽ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. ഇനി പേയ്മെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിലേ, ഇപ്പൊ നെറ്റിന്റെ എന്തെങ്കിലും ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ വരികയാണെങ്കിൽ അവര് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വന്നത് എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു GPay ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മെഡിക്കൽ ബില്ലിംഗിനുള്ള എക്സാമ്പിൾ ആണ് GPay, ഫോൺ പേ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ ബില്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ജസ്റ്റ് ആസ് ദി പേഷ്യന്റ് പോർട്ടൽ വിത്ത് patient scheduling, patient can arrange their own appointments. They merely lodging into their respective accounts. This way, they neither should wait in line in front of the doctor's chamber or clinic, nor required to call the clinic repeatedly to have an appointment. All the facilities will be available 24/7 with just a tap away. They can even go with their convenience with the availability of the doctor and make appointments accordingly. This feature is beneficial to the care providers too. They can allot their staff test rooms and specialty apparatus if required. അപ്പോൾ എന്താണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാല്. അപ്പോ പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളില് വെബ്സൈറ്റില് പേഷ്യന്റ് പോർട്ടൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ഉണ്ട്. പേഷ്യന്റ് പോർട്ടൽ ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ മെഡിക്കൽ ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡോക്ടറിനെ നമ്മൾ കാണാനായിട്ട് അവിടെ ക്ലിനിക്കുകളിലൊക്കെ പോയിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഫയൽ ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടറിനെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതെന്താണ് 24 hours into 7 days അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ടായാലും നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. മെഡിക്കൽ ബില്ലിങ്ങും പേഷ്യന്റ് ഷെഡ്യൂളിംഗും. ഓക്കെ, കഴിഞ്ഞില്ലേ വായിച്ച്? നെക്സ്റ്റ് നോക്കാം, e-prescribe. This software in health information system accelerate the complete prescription process. Normally done by the staff management of the medical practitioners officer. They are able to send and fill the prescriptions of every patient into the pharmacies online. Also, they can trace the entire process and take any action if required. This way, the whole process become quick, safe, and free of errors. എന്താണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് അല്ലെ, ഇലക്ട്രോണിക്കലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു രോഗി ഡോക്ടറെ കാണാൻ വന്നു, രോഗങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം പരിശോധിച്ച ശേഷം കമ്പ്യൂട്ടറിൽ മരുന്നുകൾ വരുമ്പോൾ ഓൺലൈൻ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഫാർമസിയിലോട്ട് അയക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാനായിട്ട് നമുക്ക് എന്താണ് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ ഡോക്ടർ പരിശോധിച്ചു, അതുപോലെ തന്നെ ഈ മരുന്നുകളൊക്കെ എഴുതി നമുക്ക് തരുമ്പോ അത് ചില ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ടൊക്കെയാണ് മരുന്നുകളൊക്കെ തരാറ്, എഴുതിയൊക്കെ തരാറ്. പക്ഷെ ഇത് എന്താണ്, ഇപ്പോ എഴുതി തരുന്ന ആ ടൈം കുറയ്ക്കാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വേഗം തന്നെ എന്താണ് ഫാർമസിയിലോട്ട് ആ മരുന്നുകളുടെ ആ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയക്കും കമ്പ്യൂട്ടർ സ്ക്രീനിൽ. അപ്പോ അതുവഴി നമുക്ക് എന്താണ് പെട്ടെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് ഫാർമസിയിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് മരുന്നുകൾ കിട്ടും. എനിക്കൊരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാല് കണ്ണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണിലിങ്ങനെ ഈ ഒരു കണ്ണിൽ തന്നെ 2-3 കുരുക്കളൊക്കെ വരുമായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഐ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ അവിടെ പോയി പരിശോധിച്ചപ്പോ ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കുരുക്കൾ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് കയറി ഡോക്ടർ പരിശോധിച്ചു. അത് കഴിഞ്ഞിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു.
അപ്പോ ഡോക്ടറിന്റെ അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ, അങ്ങനെ കമ്പ്യൂട്ടറിൽ ആളിങ്ങനെ എഴുതി തരും, ടൈപ്പ് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മളൊന്നും ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ആദ്യം കാണുന്നൊരു ഇതാണ് ഒരു എന്താ പറയാ 5-6 വർഷം മുന്നുള്ള കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എങ്ങനെയാ, ഡോക്ടർ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് നമുക്ക് കുറിപ്പടി നമ്മുടെ കയ്യിൽ തരൂലേ. പക്ഷെ ഇതെന്ത് ചെയ്തു, ആള് കമ്പ്യൂട്ടറിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ ഡോക്ടർ ഒന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഞാൻ അയച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറിലൂടെയാണ് അയച്ചേക്കുന്നത്, അപ്പൊ ഫാർമസിയിലോട് പോയിട്ട് മരുന്ന് കളക്ട് ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആദ്യമായിട്ടാണ് ഞാൻ ആ പ്രോസസ്സ് കാണുന്നത്. ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടേഴ്സിന്റെ മരുന്നുകൾ നമ്മൾ പരിശോധിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് മരുന്നുകള് കമ്പ്യൂട്ടറിൽ അവർക്കൊരു സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഫാർമസിയിലോട്ട് നേരിട്ടായിരിക്കും ഫാർമസിയിൽ ചെന്നിട്ട് മരുന്നുകൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എറേഴ്സ് കുറവായിരിക്കും. ചില ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അതിന്റെ മെഡിക്കൽ ടേംസ് ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് വായിക്കാൻ അറിയില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ഫാർമസിയിലുള്ള സ്റ്റാഫുകൾക്കും ചില ഡോക്ടേഴ്സുകളൊക്കെ എഴുതിയ മരുന്നുകളൊക്കെ മനസ്സിലാവാതെ മരുന്നുകൾ മാറിപ്പോവാറുണ്ട് ചില ആളുകൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ടൊക്കെ. അപ്പോ ഇത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും സ്പീഡ് കൂടുതലാക്കാനായിട്ടും സ്പീഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ടും എറേഴ്സ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ ഇത്രയും ഭാഗങ്ങൾ ഈ പ്രിസ്ക്രൈബിംഗ് വരെ? ഓക്കെ, അപ്പോ ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ട് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ബോറിംഗ് ആണല്ലേ ഈ ചാപ്റ്റർ? ഇത്തിരി ലെങ്തി ആണ്, നമുക്കിങ്ങനെ ബോറിംഗ് ആണ്, പഠിച്ചാലേ പറ്റുള്ളൂ അല്ലേ? ബോറടിച്ചോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അന്നു എടുക്കുന്ന പോർഷൻ അന്നു തന്നെ വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അന്ന് തന്നെ പഠിച്ചു വെക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.